ഹായ് ഫ്രണ്ട്സ്, സമത് ഡൈലി വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തും ഞാൻ ചെയ്യാം. ഇതേമാതിരി ചെറിയ നാനോ ബൾബ് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് LED ഉപയോഗിച്ചാണ്ട് വെറും 15 രൂപക്കാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് മറക്കുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് 2 പിൻ ടോപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കപ്പാസിറ്റർ 4.7 UF 63 കപ്പാസിറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡയോഡ് വേണം, 4000 ഡയോഡ്. പിന്നെ 56K റെസിസ്റ്റർ. പിന്നെ ഒരു സാധാ ഒരു LED. ഇത്രയും മതി നമുക്ക്. അവൻ്റെ രീതിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ 2 പിൻ ടോപ്പ് ഒന്ന് അയച്ചെടുക്കണം നമുക്ക്. ഓക്കെ, അയച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ LED പരിചയപ്പെടാം. LEDയുടെ എല്ലാ വീഡിയോയും പറഞ്ഞ മാതിരി തന്നെ വലിയ കാരണം പോസിറ്റീവ് വരിക, ചെറിയ കാരണം നെഗറ്റീവാണ് വരിക, ആണ് മാറിപ്പോരുന്നത്. അതേപോലെ തന്നെ കപ്പാസിറ്ററിന് തന്നെ വലിയ കാരണം പോസിറ്റീവ് വരിക, ചെറിയ കാരണം നെഗറ്റീവാണ് വരിക. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും LED പോസിറ്റീവും തമ്മിൽ നമുക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. അങ്ങോട്ട് മാറിപ്പോകരുത്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും LED പോസിറ്റീവും അത് അങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതേമാതിരി മറ്റേ നെഗറ്റീവും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും LED നെഗറ്റീവും വരുന്ന നമുക്ക് നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കാം. 56K റെസിസ്റ്ററാണ്. ഓക്കെ, വളരെ സിമ്പിളായ സർക്യൂട്ടാണിത്. ഇനി നമുക്ക് LED പോസിറ്റീവ് ഡയോഡും ഒരു മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടാവും, നമുക്ക് വീട്ടിൽ കാണാവുന്നതാണ്, കണ്ടല്ലേ? ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവുമായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഡയോഡ് തിരിഞ്ഞു പോകരുത്. നമുക്ക് ഡയോഡിൻ്റെ വരട്ട ഭാഗം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗുമായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. കണ്ട വീഡിയോയിൽ കാണാൻ മാതിരി തന്നെ. ഓക്കെ, ഇത്ര വളരെ സിമ്പിളായ സർക്യൂട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ കപ്പാസിറ്റർ മടക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, കാരണം രണ്ട് കാലും തമ്മിൽ ഷോർട്ടായാൽ ആകെ ഒന്നേരം അടിച്ചു പോകും. അപ്പോൾ ശ്രദ്ധിക്കണം, കാരണം കറണ്ടിൻ്റെ പരിപാടിയാണത്. അപ്പോൾ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യാൻ. എന്തായാലും നമുക്ക് എയറുള്ള ഭാഗം റേസറും ഡയോഡിൻ്റെ ഒക്കെ എയറുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ 2 പിൻ ഉണ്ടല്ലോ, അതിന് നേരെ വെച്ചെടുത്തിട്ട് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ടിൽ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കപ്പാസിറ്റർ മടക്കുമ്പോൾ രണ്ട് കാലും തമ്മിൽ ഷോർട്ടായാൽ ഒന്നായിട്ട് ആകെ അടിച്ചു പോകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തായാലും നമുക്ക് ഈ ബൾബ് എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ക്രൂ ഒന്ന് ഫിറ്റായി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് LED ബൾബ് നടക്കാതെ കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുത്താണ് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഓണാക്കി നോക്കാം. എത്രത്തോളം വെളിച്ചെണ്ണ നമുക്ക് നോക്കാമല്ലോ. ചെറിയ വെളിച്ചത് ഉണ്ടാവുള്ളൂ, കണ്ടില്ലേ? എന്നാലും പെട്ടെന്ന് നമുക്ക് സീറോക്ക് പകരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രാത്രി പെട്ടെന്ന് എണീക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഇതിന് ഓണാക്കി വെച്ചാൽ നമുക്ക് എവിടെ സ്വിച്ച് ബോർഡ് എവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് അറിയാനൊക്കെ പറ്റിയ ചെറിയൊരു സർക്യൂട്ടാണിത്, കണ്ടില്ലേ? രാത്രി ബെഡ്റൂമിലൊക്കെ ഓണാക്കി വെച്ചാൽ നമ്മൾ രാത്രി പെട്ടെന്ന് എണീക്കുമ്പോൾ എവിടെയാണ് സ്വിച്ച് ബോർഡ് നമുക്ക് തപ്പി തരേണ്ട, ഇത് കാണുമ്പോൾ നേരെ എടുത്ത് ചെന്നാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് മറക്കാൻ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതിൽ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കിടന്ന് ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.